ഗവിയിൽ അങ്കണവാടി ഹെൽപ്പറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിലായിരിക്കുകയാണ്. ഗവിയിൽ നിന്നും മീനാർ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ അടുത്തുള്ള വനത്തിൽ താൽക്കാലിക ഷെഡ് കെട്ടി ഒളിച്ചു താമസിക്കുകയായിരുന്നു പ്രതി വിനീത്. ഇതിനിടയിലാണ് ഇവിടത്തെ വിജനമായ റോഡിലൂടെ പതിവായി ജോലിക്ക് പോവുകയും വരികയും ചെയ്യുന്ന യുവതിയെ നിരീക്ഷിച്ചത്. തുടർന്ന് ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്ത് വെച്ച് യുവതിയെ ആക്രമിക്കുകയായിരുന്നു. ഈ യുവതിയെ ഇയാൾ സ്ഥിരമായി ശല്യം ചെയ്യാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം പ്രതിക്കൊപ്പം 13 വയസ്സോളം തോന്നിക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുട്ടിയെക്കുറിച്ചും പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. പത്തനംതിട്ടയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ഗവിയിൽ ജനങ്ങളെയാകെ നടുക്കിയ കൊലപാതക വിവരമായിരുന്നു പുറത്തുവന്നത്. ഗവി സ്വദേശിനിയും അങ്കണവാടി ജീവനക്കാരിയുമായ 32 വയസ്സുകാരിയെ ജനവാസമില്ലാത്ത വനമേഖലയോട് ചേർന്ന തോട്ടിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും കീറിയ നിലയിൽ കണ്ടെത്തിയതും കാട്ടിനുള്ളിലെ ഒഴിഞ്ഞ കോണിൽ മൃതദേഹം ഉപേക്ഷിച്ചതുമെല്ലാം ക്രൂരമായ ബലാത്സംഗ കൊലയുടെ ലക്ഷണങ്ങളാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. സംഭവത്തിൽ സർവത്ര ദുരൂഹത ഉയർന്നതോടെ മൂഴിയാർ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും പ്രതി വിനോദ് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെയാണ് കേരളത്തെ ഞെട്ടിച്ച ഈ ക്രൂരത അരങ്ങേറിയത്. രാവിലെ പതിവ് പോലെ വീട്ടിൽ നിന്നും ജോലിസ്ഥലമായ അങ്കണവാടിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു യുവതി. എന്നാൽ ഏറെ വൈകിയിട്ടും അങ്കണവാടിയിൽ യുവതി എത്തിച്ചേരാത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വഴിയിലുടനീളം നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തെരച്ചിലിലാണ് ഗവി മീനാർ 3 ഷെഡ് വളവിന് സമീപമുള്ള തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. പ്രധാന റോഡിൽ നിന്നും ഉള്ളിലേക്ക് മാറി ആളൊഴിഞ്ഞ ഭാഗത്തായിരുന്നു മൃതദേഹം കിടന്നത്. വസ്ത്രങ്ങൾ അലങ്കോലപ്പെടുകയും കീറുകയും ചെയ്ത നിലയിലായതിനാൽ യുവതി ക്രൂരമായ അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്ന നിഗമനത്തിലായിരുന്നു ആദ്യമേ പോലീസും നാട്ടുകാരും. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂഴിയാർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. യുവതി സാധാരണ നടന്നു പോകുന്ന വഴിയിൽ വെച്ച് ആരെങ്കിലും തടഞ്ഞു നിർത്തി കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി കൊന്നതാണോ എന്ന് പ്രധാനമായും പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും എത്തി. യുവതിയെ കൃത്യമായി നിരീക്ഷിച്ചിരുന്ന വിനോദാണ് ഇതിന് പിന്നിൽ. പ്രദേശവാസിയായ വിനോദ് പോലീസ് നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. ഒടുവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരവെയാണ് താനാണ് കുറ്റം ചെയ്തത് എന്ന് വിനോദ് പറഞ്ഞത്. എന്തായാലും പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ആദ്യം തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന അതീവ സുരക്ഷാ മേഖലയായ ഗവിയിൽ ഒരു യുവതിക്ക് നേരെ ഇത്തരമൊരു അതിക്രമം ഉണ്ടായത് വനമേഖലയിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും വലിയ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. യുവതി സ്ഥിരമായി ജോലിക്ക് വരുന്നതും പോകുന്നതുമെല്ലാം വിനോദ് കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതിയെ പിന്തുടർന്നതും. പലപ്പോഴായി ഈ യുവതിയെ വിനോദ് ശല്യം ചെയ്തിരുന്നു എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ച് തന്നെ യുവതിയെ അതിക്രൂരമായി മർദ്ദിച്ച് കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ചാണ് പീഡനം നടത്തിയതും കൊലപാതകം നടത്തിയതും.